നിന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളും കാഴ്ചകളും പതിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ അഗതികളെയും അനാഥകളെയും കേരളത്തിലെ അഗതി മന്ദിരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരുടെ നാട്ടിൽ മികച്ച സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സൃഷ്ടിക്കുകയാവും പ്രായോഗികവും ഫലപ്രദവുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊട്ടാര സമാനമായ മസ്ജിദുകളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഗ്രാമീണരുടെ സൗകര്യങ്ങളും ഖുതുബ നിർവഹിക്കാനുള്ള മിമ്പറിന്റെയും ദൃശ്യങ്ങളാണിവ. ഈ ഗ്രാമങ്ങളിലെ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പള്ളികൾ നവീകരിക്കാൻ നമുക്ക് ഒരു ബാത്റൂം നിർമ്മിക്കാനുള്ള സാമ്പത്തിക ചിലവ് പോലുമില്ലെന്നത് അതിശയകരമാണ്. കോടിക്കണക്കിന് രൂപ വാർഷിക സമ്മേളന മാമാങ്കങ്ങൾക്കും വിവാഹധൂർത്തിനും ചിലവഴിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായം ഇത്തരം ഗ്രാമങ്ങളിലെ നേർക്കാഴ്ചകളിലേക്ക് വെളിച്ചം വീശണം. നേട്ടങ്ങൾ ആഗ്രഹിക്കാത്ത സേവനങ്ങൾ ഇവർക്കാവശ്യമുണ്ട്. നാം ഇപ്പോൾ കാണുന്ന കാഴ്ച ഉത്തരേന്ത്യൻ മുസ്ലിം ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചയാണ്. നാമൊക്കെ പലതവണ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന ഗ്രാമീണരുടെ ദൃശ്യങ്ങളാണ്. ശരിക്കൊന്ന് വിതരണം ചെയ്യാൻ പോലും ആകാത്തത്ര തിക്കും തിരക്കുമാണ് ഞങ്ങളെ കുഴക്കിയത്. ഇതൊരു അഭയാർത്ഥി ക്യാമ്പല്ല. എന്തിനാണ് ദുരിതാശ്വാസ പ്രവർത്തകർ ഹെലികോപ്റ്ററിൽ നിന്നും ഭക്ഷണപ്പൊതികൾ എറിഞ്ഞുകൊടുക്കുന്നതെന്ന് നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്. വസ്ത്രവിതരണത്തിന് സാധ്യമാകാതെ വന്നപ്പോൾ വസ്ത്രങ്ങൾ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞുകൊടുക്കാൻ വരെ ഞങ്ങൾ നിർബന്ധിതരായി. മലബാറിലെ മുസ്ലിങ്ങൾ ഷോപ്പിംഗിനായി മാളുകളിലെ പാർക്കിങ്ങും എയർ കണ്ടീഷനുകളെയും പറ്റി ചിന്തിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യമായ വസ്ത്രങ്ങൾക്ക്, അതും നാം ഉപയോഗിച്ച വസ്ത്രങ്ങൾക്കു വേണ്ടി അടിപിടി കൂടുന്ന ഉത്തരേന്ത്യൻ മുസൽമാന്റെ നിസ്സംഗമായ ദൈന്യത നാം കാണാതെ പോകരുത്. ഒരു ദിവസം ശരാശരി 20 രൂപ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുസ്ലിം പ്രതിനിധീകരണമാണ് ഈ ഗ്രാമജീവിതങ്ങൾ. ഈ കാഴ്ചകളെ നാം അവഗണിക്കരുത്. മിഴി തുറന്ന് കാണാനും മനം തുറന്ന് സഹകരിക്കാനും മുമ്പോട്ട് വരണം. തണൽ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും സമുദായ സംഘടനകളും സ്ഥാപനങ്ങളും നടത്തുന്ന സേവനങ്ങൾ മാതൃകാപരമാണ്. ഇത്തരം സംരംഭങ്ങളുടെ തുടർച്ച അനിവാര്യമാണ്. പ്രായോഗിക വിചാരപ്പെടലുകൾ ഇനിയും വൈകരുത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിൽ എന്നും ബദ്ധശ്രദ്ധരായ ഇബ്രാഹിം എളേറ്റിൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കളുടെയും തണലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സമാന മനസ്കരുമായി സഹകരിച്ച് വിപുലമായ കാരുണ്യ പ്രവർത്തനങ്ങൾ ആലോചനകളിലുണ്ട്. ബൈത്തുറഹ്മയുടെയും
CH സെന്ററിന്റെയും കാരുണ്യത്തിന് പ്രായോഗിക മുഖം നൽകിയ സുമനസ്സുകൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തീർത്തും അനിവാര്യമായ സാമുദായിക ദൗത്യത്തിന് കരുത്തു പകരാൻ കഴിയുമെന്നതിൽ സംശയമില്ല. അസ്ലം സ്കൂളിന്റെയും അൽമനാർ സ്കൂളിന്റെയും മാതൃകകൾ പിൻപറ്റി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഇവിടങ്ങളിലെ ഓത്തുപള്ളികൾ ഏറ്റെടുത്ത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പരിവർത്തിപ്പിക്കാനും വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കാനും വിവിധ പദ്ധതികളുടെ ആലോചനകൾ അവസാന ഘട്ടത്തിലാണ്. തീർത്തും അനിവാര്യമായ സാമൂഹിക മുന്നേറ്റത്തിന് പിന്തുണയും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.